മലയാളത്തിൻ്റെ പ്രിയ നായികയാണ് മഞ്ജു വാര്യർ. 1995 മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്നാണ് ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യർ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് സല്ലാപം, തൂവൽ കൊട്ടാരം, കളിവീട്, ഈ പുഴയും കടന്ന്, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, കളിയാട്ടം, കന്മദം, ദയ, സമ്മർ ഇൻ ബത്ലഹേം, പത്രം, കണ്ണെഴുതി, പൊട്ടും തൊട്ട് തുടങ്ങി ചിത്രങ്ങളിലൂടെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മഞ്ജു വാര്യർ വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കി. 15 വർഷങ്ങൾക്ക് ശേഷം റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു വാര്യർ നടത്തിയത്. ഇന്ന് ഒരുപാട് മികച്ച സിനിമകളുടെ ഭാഗമാണ് മഞ്ജു വാര്യർ. സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ഫൂട്ടേജ് ആണ് മഞ്ജുവിൻ്റെ മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രം. ഇപ്പോഴിതാ ഡേറ്റ് ക്ലാഷ് മൂലം ഒഴിവാക്കേണ്ടി വന്ന സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ. മോഹൻലാൽ ചിത്രം നേര്, മോഹൻലാൽ, ശോഭന, തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന L360 എന്നീ ചിത്രങ്ങളിൽ നിന്നും തനിക്ക് പിന്മാറേണ്ടി വന്നുവെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. നേര്, തരുൺമൂർത്തി, മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന സിനിമ എന്നിവയ്ക്ക് എനിക്ക് വിഷമത്തോടെയാണ് വേണ്ടെന്ന് വെക്കേണ്ടി വന്നത്. നേരത്തെ തമിഴ് സിനിമകൾക്ക് വേണ്ടി ഡേറ്റ് കൊടുത്ത് പോയതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. തമിഴ് സംസാരിക്കുന്നത് എവിടെയെങ്കിലും കേട്ടാൽ ഞാൻ ചെവി കൂർപ്പിക്കും. അസുരൻ ഷൂട്ട് ചെയ്തത് കോവിൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ പണ്ട് താമസിച്ച നാഗർകോവിലിൻ്റെ അന്തരീക്ഷമാണ് അവിടെ. അത് ഞാൻ നന്നായി ആസ്വദിച്ചു. പൂർണ്ണമായും തമിഴ് സംസാരിക്കുന്ന സെറ്റിൽ പോകുമ്പോൾ തീർച്ചയായും കുട്ടിക്കാലത്തേക്കുള്ള തിരിച്ചു പോക്കുണ്ട്. നാഗർകോവിലിൽ പോകുമ്പോൾ ഞങ്ങൾ പണ്ട് താമസിച്ച വാടക വീടുകളുടെ മുന്നിൽ വെറുതെയെങ്കിലും പോയി 2 മിനിറ്റ് നിൽക്കാറുണ്ട്. ക്യൂ സ്റ്റുഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു പറയുന്നു. അതേസമയം പൃഥ്വിരാജ്, മോഹൻലാൽ ചിത്രം എമ്പുരാൻ, വെട്രിമാരൻ ചിത്രം വിടുതൽ പാർട്ട് 2 എന്നീ വമ്പൻ ചിത്രങ്ങളും മഞ്ജുവിൻ്റെതായി പുറത്തിറങ്ങാനുണ്ട്.